ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇതെൻ്റെ പുതിയ ചാനലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാസ്ത റെസിപ്പിയാണ്. പാസ്ത അറബിയാത്താണ് ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം എല്ലാവർക്കും ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പാസ്തയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനും പറ്റും. അതുപോലെ തന്നെ വളരെ കുറച്ച് ഐറ്റംസ് മാത്രം മതി ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി. പാസ്ത കുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു പാനിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ പാസ്ത അതിനകത്ത് ഇടാൻ പറ്റത്തുള്ളൂ. ഇവിടെ 1 കപ്പ് പാസ്തയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. 1 കപ്പ് കൊണ്ട് 2 പേർക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ പാസ്ത ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമ്മൾ ഇളക്കുക. ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഒരു 10 തൊട്ട് 12 മിനിറ്റെങ്കിലും പാസ്ത കുക്ക് ചെയ്യാൻ എടുക്കും. അപ്പം പാസ്ത കുക്ക് ആയോ എന്ന് എങ്ങനെ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ അകത്തുനിന്ന് എടുത്തതിന് ശേഷം 2 കഷ്ണം എടുത്തതിന് ശേഷം കട്ട് ചെയ്ത് നോക്കുമ്പം ഈസി ആയിട്ട് കട്ട് ചെയ്ത് വരുവാണെങ്കിൽ ഇത് കുക്കായെന്നാണ് അർത്ഥം. ഇനി അത് നമുക്ക് സ്ട്രെയിൻ ചെയ്ത് മാറ്റാം. അതിൻ്റെ അകത്തുനിന്ന് വരുന്ന കുറച്ച് വെള്ളം നമ്മളെടുത്ത് മാറ്റി വെക്കണം. അത് നമുക്ക് സോസ് ഉണ്ടാക്കുന്ന സമയത്ത് വേണ്ടി വരും. ഇനി ഒരു പാനിൽ നമ്മൾ ഒലിവ് ഓയിൽ ഒഴിക്കുക. ഇതിനെ നമ്മൾ ഒലിവ് ഓയിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കാറില്ല. പിന്നെ നമ്മൾ വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിൻ്റെ അകത്തിട്ട് കൊടുക്കണം. പിന്നെ വെളുത്തുള്ളി ഒരുപാട് ബ്രൗൺ ഒന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചില്ലി ഫ്ലേക്സ് ആണ് ഇനി ഇടാൻ പോകുന്നത്. അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം നമുക്കിതിനകത്ത് കേട്ടോ. അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇത് എനിക്ക് തോന്നുന്നു പാസ്ത കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു 10-12 മിനിറ്റും ഈ സോസും പാസ്തയും കൂടി ഇതിൻ്റെ അകത്തിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു 5-6 മിനിറ്റ് അതിൽ കൂടുതൽ എടുക്കാറില്ല. അപ്പം തുടക്കക്കാർക്കാണെങ്കിലും വളരെ എന്താ പറയേണ്ടത്, നമുക്ക് ഒരു ഓഫീസിൽ പോകണം അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടണം എന്നുള്ള ചിന്തയുള്ളവർക്കാണെങ്കിലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ചില്ലി ഫ്ലേക്സും വെളുത്തുള്ളിയും നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് 1 കപ്പ് ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം. നല്ല കട്ടിയുള്ള ടൊമാറ്റോ പേസ്റ്റ് ആയിരിക്കണം ചേർക്കേണ്ടത്. ടൊമാറ്റോ പേസ്റ്റ് ചേർത്തിട്ട് നമ്മൾ നേരത്തെ പാസ്ത കുക്ക് ചെയ്ത വെള്ളം വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ അകത്തുനിന്ന് നമ്മളൊരു 3 വലിയ സ്പൂൺ വെള്ളം ഇതിൻ്റെ അകത്തോട്ട് മിക്സ് ചെയ്യണം. ഇനി ഒരുപാട് കുറുകിയ പേസ്റ്റ് ആണെങ്കിൽ 3-ൽ കൂടാം കേട്ടോ. കാരണം എനിക്കൊരു 3 വലിയ സ്പൂൺ മതിയായിരുന്നു ഇതിൻ്റെ അകത്ത്. നോക്കൂ, ഇപ്പോൾ ഇളക്കി നോക്കുമ്പോൾ നന്നായിട്ട് ലൂസായിട്ടുണ്ടല്ലോ. ഇനി ഇത് നന്നായിട്ട് തിളപ്പിക്കണം. ഒരു 2-3 മിനിറ്റെങ്കിലും ഇത് തിളപ്പിച്ചാൽ മാത്രം മതിയായിരിക്കും. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, പാസ്ത കുക്ക് ചെയ്യുമ്പം നമ്മളെപ്പോഴും 90% മാത്രമേ അത് കുക്ക് ചെയ്യുള്ളൂ. ഒരു 10% എപ്പോഴും ബാക്കി നിർത്തിയേക്കണം. കാരണം ഇതിൻ്റെ അകത്തിട്ട് നമ്മൾ ഈ സോസിൻ്റെ അകത്തിട്ടിട്ടാണ് ബാക്കി കുക്കാവുന്നത്. ഒരു 2-3-4 മിനിറ്റ് നമ്മൾ ഈ സോസ് തന്നെ ഇട്ട് ഇളക്കേണ്ടി വരും. ഇനി ഇതിൻ്റെ അകത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നമ്മുടെ സോസ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത ചേർക്കാം. പാസ്ത ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിൻ്റെ അകത്ത് ചേർക്കാനുള്ളത് ബേസിൽ ലീവ്സോ പാർസ്ലിയോ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഞാനിവിടെ ബേസിൽ ലീവ്സാണ് ചേർത്തേക്കുന്നത്. കണ്ടോ, പാസ്ത എത്ര പെട്ടെന്നാണ് ശരിയായെന്നേ നോക്കുക. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പ്രത്യേകിച്ച് സ്റ്റുഡൻസിനും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്തു വിടാൻ വളരെ ഈസിയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എൻ്റെ വീഡിയോയിലുണ്ടായ തെറ്റുകുറ്റക്കുറവുകൾ എല്ലാവരും കമൻ്റായിട്ട് അറിയിക്കണം. ഇതുപോലുള്ള പുതിയ വീഡിയോയ്ക്കായി എല്ലാവരുടെയും സപ്പോർട്ടും വേണം. താങ്ക് യു.